പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പൗലോസ് ബ്ലോഗിലെ പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസവും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. കേരളത്തിലെ ഇന്ന് കാണുന്ന നമ്മുടെ ഈ ജീവിത സംസ്കാരത്തിന്റെ മതകീയമായ അതോടൊപ്പം തന്നെ സാമൂഹ്യമായ മുന്നേറ്റത്തിന്റെ കാരണങ്ങളിൽ മുഖ്യ പങ്കുവച്ച രണ്ട് സംഘടനകളാണ് ഞാൻ ഉൾക്കൊള്ളുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയും. ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെ കാലങ്ങളായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അന്നു മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധം. തീർച്ചയായിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയും മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും കൂടെ ചേർന്ന് നിന്ന പാരമ്പര്യമാണ് ഇന്നലകളിൽ നമ്മൾ കണ്ടുപോന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ചെറിയൊരു പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ സംഘടനാ രംഗത്ത് നിലനിൽക്കുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതില് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഞങ്ങൾ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, മദ്രസ വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും കൃത്യമായ നല്ല കാഴ്ചപ്പാടോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിലെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ മതപരമായ പ്രബോധനങ്ങൾ, സംസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കൃത്യമായി നടപടികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആളുകളുടെ വിശ്വാസ, ആചാര, ശരീഅത്ത് നിയമ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവർക്ക് കൃത്യമായ ഫത്വകളും നിർദ്ദേശങ്ങളും കൊടുക്കുന്ന വലിയ ഒരു സംവിധാനം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നോക്കമായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ ഇന്ന് കാണുന്ന പുരോഗമനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചരിത്രം സച്ചാർ കമ്മീഷൻ പോലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ കേരളത്തിലെ മുസ്ലിങ്ങളുടെ, ന്യൂനപക്ഷങ്ങളുടെ പുരോഗതികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ, നിയമനിർമ്മാണ സഭകളിൽ, പാർലമെന്റിൽ, അതോടൊപ്പം തന്നെ രാഷ്ട്ര നിർമ്മിതിയിൽ വർഷങ്ങളായി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം, എന്നാൽ ഇത് രണ്ടും ചേർന്ന് നടത്തിയ മനോഹരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാണുന്ന മുഴുവൻ പുരോഗതിയിലെയും അടിസ്ഥാനമായ കാരണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. എന്നാൽ അതിനിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെ മുസ്ലിം ലീഗ് പാർട്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെ മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തിനിടയിൽ ആളുകൾ മറ്റുള്ള രീതിയിൽ ആളുകൾ കയറിക്കൂടി നമ്മൾ ഈ കൂട്ടായ്മയെ തകർക്കുന്നതിന് വേണ്ടി ലോകത്തൊക്കെ പരീക്ഷിച്ച് വിജയിച്ച, ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച, കേരളത്തില് മറ്റു രീതികളിൽ പരീക്ഷിച്ച് വിജയിച്ച സംവിധാനം നമുക്കിടയിലേക്ക് കയറിക്കൂടി നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ളത് ഗൗരവമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരു സംവിധാനമാണ്, അതിനൊരു കൊടിയുണ്ട്, അതിനൊരു നേതാക്കളുണ്ട്, അതിനൊരു സംവിധാനങ്ങളും അതൊക്കെ വേറെയാണ്, എല്ലാവർക്കും അറിയാം. അതിന്റെ ഭരണഘടനയും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ വേറെയാണ്. അതിന് മുസ്ലിം ലീഗിന് വേറെ കൊടിയാണ്, വേറെ ഓഫീസാണ്, വേറെ സംവിധാനങ്ങളാണ്, അതിന്റെ കൃത്യമായ നടപടിക്രമങ്ങൾ മറ്റാണ്. രണ്ടും രണ്ടാണെങ്കിലും വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, രണ്ടിന്റെയും നേതാക്കൾ ഒട്ടുമിക്ക ആളുകളും രണ്ടിനും ഒരുപോലെ നേതൃത്വം കൊടുക്കുന്നവരാ. അണികളാണെങ്കിൽ 90% ആളുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർണ്ണമായ സമസ്ത കേരള ജമിയത്തിൽ പ്രവർത്തിക്കുമ്പോഴും 90% ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകന്മാർ ഒട്ടുമിക്കവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് സുന്നി പക്ഷത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, കാരണം ലീഗിൽ വിവിധങ്ങളായ അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ വ്യത്യസ്തമായ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ ഒക്കെ വ്യത്യസ്തമായ അവാന്തര വിഭാഗങ്ങൾ ഏറെ ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ സമസ്തയിലുള്ള ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു വരുന്നു, ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന വസ്തുതയെ. പക്ഷെ ഈ രണ്ട് പാർട്ടിയും കാലങ്ങളായി വരുന്ന വല്ല അഭേദ്യ ബന്ധമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചാപ്പനങ്ങാടി സൂഫിയായിരുന്ന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലത്തെ, പ്രിയപ്പെട്ട ശംസുലമായി തങ്ങളെ പോലത്തെ, KC ജമാലുദ്ദീൻ ഉസ്താദിനെ പോലത്തെ, നാട്ടിൽ ഉസ്താദിനെ പോലത്തെ മഹാന്മാരായ നേതാക്കന്മാർ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും കരുത്തു പകർന്നതാണ് മുസ്ലിം ലീഗ് പാർട്ടി എങ്കിൽ ബാഫക്കി തങ്ങളെ പോലത്തെ, PMS പുക്കോയ തങ്ങളെ പോലത്തെ, മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ പോലത്തെ, പ്രിയപ്പെട്ട ഉമർ അലി ഷിഹാബ് തങ്ങളെ പോലത്തെ, ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെ പോലത്തെ മുസ്ലിം ലീഗിനെ കൂടി നേതൃത്വം കൊടുത്ത സമുന്നതരായ നേതാക്കന്മാരും കൂടി നേതൃത്വം കൊടുത്തതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. അങ്ങനെ ചേർന്ന് നിന്ന് നടത്തിയ പോരാട്ടത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ ഇല്ലാത്ത ഒരു പുരോഗതി ഉണ്ടായതെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം.
അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന, ആ പ്രതാപത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയിക്കൂടാ. അതിന് നമ്മൾ കാരണമായിക്കൂടാ. പ്രിയപ്പെട്ടവരെ, എല്ലാം അവസാനിക്കും. ലീഗും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും ഒരിക്കലും പിരിയുക സാധ്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് വല്ലാത്ത ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ അതിന്റെ പ്രവർത്തകരും ഇതിന്റെ പ്രവർത്തകരും ഒന്നാണ്. രണ്ട് ഭരണഘടനയും രണ്ട് കൊടിയും രണ്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഒന്നായി ചേർന്ന് പോകുന്നവരാ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുരുട്ടുബുദ്ധികൾ ഉപയോഗിച്ച് ഇതിനെ തെറ്റിക്കാൻ വേണ്ടി ഏതു പക്ഷത്തും രണ്ടു പക്ഷത്തും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വിജയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുണ്ടായ ഒരു കാരണം, ഒരു വിഷയം, നേതാക്കൾ അതുപോലെ തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട നേതാക്കളെ, ഞങ്ങളെ രണ്ടിനും നേതൃത്വം നൽകുന്ന മഹത്തുക്കളായ നേതാക്കന്മാർ, എത്രയും പെട്ടെന്ന് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ ഇത് കത്തിക്കാൻ വേണ്ടി ബ്ലോഗർമാരും അതുപോലെ തന്നെ കിട്ടുന്ന മറ്റു സംഘടനാ പക്ഷത്തുള്ള ആളുകളൊക്കെ, രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പരമാവധി എണ്ണയൊഴിച്ച് ഇതിനെ കത്തിക്കാൻ, തീപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകർ വേദനയിലാണ്. നാട്ടിലെ ഇതിനുവേണ്ടി നോട്ടീസ് ഒട്ടിച്ച്, ഇതിനുവേണ്ടി കൊടി പിടിച്ച്, ഇതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ച്, ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർ വല്ലാത്ത വേദനയിലാണ്. അവർ പ്രാർത്ഥനയിലാണ്. നേതാക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വട്ടമേശക്കിരുന്ന് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം. ലീഗും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുള്ള അഭേദ്യമായ ബന്ധം നിലനിന്നു പോകണം. ഇനിയും നമുക്ക് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ദാറുദയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ, ഇന്ത്യയിലെ വിവിധങ്ങളായ തെരുവുകളിൽ നമ്മുടെ പണ്ഡിതരുണ്ട്. അവർക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഉലമാക്കളും ഉമറാക്കളും ഉണ്ട് അവിടെ. ആ ഒരു കേരളത്തിന്റെ ഈ സമൂഹത്തിന്റെ പുരോഗതി പോലെ മറ്റിടങ്ങളിലുള്ളവരും നമ്മളാകണം. അതിന് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ പ്രവർത്തകർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഒരിക്കലും ഒരു പണ്ഡിതന്മാരെ നമ്മൾ തേജോവധം ചെയ്യുകയോ അവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കുകയോ എഴുതി വിടുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. കാരണം യഥാർത്ഥമായ മുസ്ലിം ലീഗുകാരും യഥാർത്ഥമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും ഒരിക്കലും ഈ രണ്ടു പക്ഷത്തെ നേതാക്കളെയും തമ്മിൽ തെറ്റിക്കാൻ, രണ്ടു പക്ഷത്തെ പ്രവർത്തകരെയും തമ്മിൽ തെറ്റിക്കാൻ ഒരിക്കലും ഷെയർ ചെയ്യുകയോ ഫോർവേഡ് ചെയ്യുകയോ ഇല്ല. നമ്മൾ നേതാക്കളുടെ ആ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആ വാർത്തകൾ വരും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പിരിയുമെന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെയാകുമെന്നോ ഒരു ധാരണയും ആർക്കും വേണ്ട. കാരണം പിരിയാൻ പറ്റുന്ന സംവിധാനമല്ല നമ്മളോടേത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഇടങ്ങളിൽ പോലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, ഒരു പാർട്ടി ഓഫീസിന്റെ പോസ്റ്ററിൽ ഒരു ഉസ്താദിന്റെ ഫോട്ടോ വെച്ച് ഫേക്ക് ഐഡി വന്നു. ആരാണ് ചെയ്തതെങ്കിൽ, ഏതാളുകളാണെങ്കിലും അത് ചെയ്തതെങ്കിൽ അവന് മരിച്ചു പോകണ്ടേ? ആരോട് അവൻ പൊരുത്തപ്പിടിക്കും? ആയിരങ്ങളിലേക്ക് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രവർത്തകന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ പോയി ഫേക്ക് ഐഡി ഉണ്ടാക്കി. മലപ്പുറത്തെ ഒരു ദമ്പതികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സംവിധാനത്തിലേക്ക് ചേർത്ത് നിർത്തി ഒരു പോസ്റ്റ് ഉണ്ടാക്കി. വളരെ ഫേക്കായ പോസ്റ്റ്. പക്ഷെ ആയിരങ്ങൾ അത് ഷെയർ ചെയ്തു. ആ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയ, ആ ചിത്രങ്ങള് പിന്നെ ഉണ്ടാക്കിയ ആളുകളോട് പറയാം, എന്റെ വീഡിയോ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളൊന്നും വെറുതെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതരുത്. നാളെ ഒരു മരണമില്ലാത്ത ലോകമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ പ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ അഭിമന്യനായ ഈ മലയാളക്കരയുടെ ഇന്നത്തെ പൈതൃകം, ഈ സുഹൃതം, ഇന്ന് കാണുന്ന ഈ സംഗതിയൊക്കെ പാരമ്പര്യം പോലെ നമുക്ക് നേതൃത്വം നൽകുന്ന പാണക്കാട് കുടുംബം, ഇന്ന് അതിന്റെ വലിയ തങ്ങൾ പ്രിയപ്പെട്ട സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. ലീഗിന്റെ നിലപാടുകൾ പറയാൻ സോഷ്യൽ മീഡിയയിൽ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ, നമുക്കൊക്കെ പ്രിയങ്കരനായ പണ്ഡിതർ പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞു, സമസ്തയുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. ആരെങ്കിലും വഴിയിൽ നിന്ന് വിളിച്ചു പറയുന്നതും എഴുതി വിടുന്നതും അതുപോലെ തന്നെ ഒന്നും സമസ്തയുടെ തീരുമാനങ്ങളല്ല. എന്നിട്ട് അതൊന്നും കേൾക്കാതെ നമുക്ക് കിട്ടുന്നതൊക്കെ വാരി വലിച്ച് ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അത് ആയിരങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തി മുന്നോട്ട് പോകുമ്പോ ഒന്ന് ആ തെറ്റിദ്ധരിപ്പിച്ച സംഗതി അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒന്ന് പൊരുത്തപ്പെടിക്കണമെന്ന് തോന്നിയാൽ പോലും പൊരുത്തപ്പെടിക്കാൻ കഴിയില്ല. കാരണം ആയിരങ്ങളിലേക്ക്, നൂറുകണക്കിന് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ നന്മകളെ മുഴുവനും ഇല്ലാതാക്കുന്ന തെറ്റിദ്ധാരണ പരത്തല് കൊലയേക്കാൾ വലിയ കുറ്റമാണെന്ന് പഠിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ കാരണത്താൽ ഈ കൂട്ടായ്മക്ക് തകർച്ച ഉണ്ടാകരുത്. നമ്മളെ കാരണത്താൽ, നമ്മുടെ വർത്തമാനം കൊണ്ട്, നമ്മുടെ എഴുത്തുകളെ കൊണ്ട്, നമ്മുടെ കുത്തുകളെ കൊണ്ട്, നമ്മുടെ ഷെയറുകളെ കൊണ്ട്
ഈ കൂട്ടായ്മ തകരാതെ നോക്കേണ്ടത് മുസ്ലിം ലീഗിന്റെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരാ. പിന്നെ ആരാണ് ഇത് കൂടുതൽ എങ്ങനെ എഴുതി വിടുന്നതെന്ന് ചോദിച്ചാൽ ഒരു പണിയെടുക്കാതെ ഇന്ന് വരെ ഒരു സമ്മേളനങ്ങൾക്ക്, ഇന്ന് വരെ ഒരു പ്രവർത്തനത്തിന്, ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ കയറാത്ത ആളുകൾ ഏതോ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ AC റൂമുകളിൽ ഇരുന്ന് നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കി, കാർട്ടൂണുകൾ ഉണ്ടാക്കി, അതുപോലെ എഴുത്തുകൾ ഉണ്ടാക്കി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോയിട്ടാണ് പലരും ഷെയർ ചെയ്യുന്നത്. അതിലൊന്നും തെറ്റിദ്ധരിക്കാതെ ആത്മാർത്ഥമായി ഈ സംവിധാനങ്ങൾ ചേർന്ന് പോകുന്നതിനായിരിക്കട്ടെ നമ്മൾ എഴുത്തുകൾ, അതിനു വേണ്ടിയായിരിക്കട്ടെ നമ്മൾ വർത്തമാനങ്ങൾ, അതിനു വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനകൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. രാജ്യം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഒന്നായി നിൽക്കേണ്ടതാണ്. നമുക്ക് പിരിയാൻ ഒരു ആദർശ പ്രശ്നങ്ങളില്ല. ആദർശ പ്രശ്നത്തിന്റെ പേരിലല്ല നമ്മൾ ഈ തമ്മിൽ തല്ലുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മള് പിരിയാൻ ഒരു കാരണമായിരിക്കാം, പക്ഷേ നമുക്ക് ചേരാൻ 99 കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഭിന്നിപ്പ് ഒരു സമൂഹത്തെയും നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അതുപോലെ ഭിന്നിപ്പ് നഷ്ടങ്ങളുടെ ചരിത്രമാണ്. ചേർന്ന് നിന്ന് നമുക്ക് ഇനി പോവാം. എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാ പക്ഷത്തു നിന്നും വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാവരും ആശയ ആദർശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അംഗീകരിക്കേണ്ടവരെ അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൈകളിലേക്ക് മഹത്തുക്കളായ നേതാക്കന്മാർ എങ്ങനെയാണോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും എങ്ങനെയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കൂടിയാലോചനകൾ, ആ ചർച്ചകൾ, ആ മനോഹരമായ പ്രഖ്യാപനങ്ങൾ ഇനിയും ആ രീതിയിലായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. അതിന് നേതാക്കളൊക്കെ കൂടിയിരുന്ന് നല്ല ഒരു വാർത്തകൾക്ക് വേണ്ടി ഈ നാട്, ഈ സമൂഹം ലക്ഷക്കണക്കിന് വരുന്ന അണികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉണ്ടായതൊക്കെ പരിഹരിച്ച് മറക്കേണ്ടതൊക്കെ മറന്ന് നമുക്ക് ഒന്നായി മുന്നോട്ട് പോകണം. വീണ്ടും അടിവരയിടുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഭിന്നിപ്പിനാക്കം കൂട്ടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ഇടപെടലുകളും ഷെയറുകളും ഫേക്ക് ഐഡിയിലൂടെ ആരെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവരോട് പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സംവിധാനങ്ങൾ ചേർന്ന് നിന്നതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാരമ്പര്യം. ആ പാരമ്പര്യമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ, പുരോഗമനത്തിൽ കൃത്യമായി ഇന്ന് കാണുന്ന എല്ലാ നമ്മുടെ നന്മകളുടെയും കാരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും മുസ്ലിം ലീഗും അതൊരു പിരിയാൻ പറ്റാത്ത വലിയൊരു ബന്ധമാണ്. സോഷ്യൽ മീഡിയയിലെ ആരെങ്കിലും തെക്കിൽ നിന്ന് വടക്കിൽ നിന്ന് ബ്ലോഗർമാര് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ഒരിക്കൽ ശ്രമിക്കണ്ട. അതിനാരും തലവെച്ചു കൊടുക്കരുത്. അതിന് ഷെയർ ചെയ്ത്, അതിന് ലൈക്ക് അടിച്ച്, അതിന് കമന്റ് ചെയ്ത് നമ്മുടെ സമയം കളയാതെ, ആരെയും വേദനിപ്പിക്കാതെ നന്മ നിറഞ്ഞ ഒരു കൂട്ടായ്മക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആ നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.